ഞാനാരാ? നെയ്മർ. ഹായ്, സന്തോഷം. വൈഫാണ്. ഭയങ്കര ഇഷ്ടങ്ങളാ. എന്താ സംഭവം? പേപ്പർ സ്നാപ്പ് ചെയ്താൽ വീണ്ടും 500 നോട്ടായി മാറുന്നു. എത്ര ഉണ്ട്? 2000. ഓക്കെ, ഇരുന്നു. എന്താ അർത്ഥം? ഞാനാരാ? ഉപ്പയല്ലേ? അയാൾ അടുക്കും തോറും അയാളെ കൈ തട്ടി മാറ്റുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ നിങ്ങളുടെ മുമ്പിലുണ്ട്. നന്നായിട്ട് ഇമാജിനേഷൻ ചെയ്യാം. നിങ്ങളുടെ ഉപ്പക്കൊന്ന് കണ്ണടച്ചുകൊണ്ട് കയ്യൊന്ന് കൊടുക്കാവോ? കയ്യൊന്ന് കൊടുക്കാവോ? നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഉപ്പനെ നിങ്ങൾക്ക് കാണാം. ഓപ്പൺ റൈസ്. എന്താ അർത്ഥമാണോ? ഞാനാരാ? ഉപ്പയല്ലേ? പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ? പണിയൊക്കെ ഉഷാറായി പോകണ്ടല്ലോ. പിന്നെ ഭക്ഷണം കഴിച്ചാ? പോകല്ലേ? എപ്പോഴാ പോയിട്ട് നീ? എന്റെ കൂടെ പോരണോ? എന്റെ കൂടെ പോരണോ? പണി നേരത്തെ കഴിച്ച് പോരാൻ പൂതിണ്ട് കേട്ടോ ആൾക്ക്. ബോസ് കേൾക്കണ്ട പറയണത്. എന്ത് വിശേഷം? സുഖല്ലേ? എന്റെ പേരെന്താ? ഓർമ്മ നോക്കട്ടെ. അനീസ്. ഓക്കെ, സ്ലീപ്. നിങ്ങളുടെ ഇഷ്ടതാരം നെയ്മറും നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ ഷോപ്പിലേക്ക് കാർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നൂറൈസ്. ഹായ് ഹായ്, അറിയോ? എന്നറിയോ? ഞാനാരാ? നെയ്മർ. ഹായ്, സന്തോഷം. നല്ല ഉഷാറായിട്ട് ജോലി ചെയ്യുന്നട്ടാ. എന്റെ കളിയൊക്കെ കാണാറുണ്ടോ? ഉഷാറായിട്ട് കാണലുണ്ടോ? കളിയൊക്കെ കൂടുതൽ കാണുന്നതിലൊക്കെ കുറച്ചിട്ട് നന്നായിട്ട് ജോലി ചെയ്യണം, കുടുംബത്തെ പോറ്റണം കേട്ടാ. ഞങ്ങളൊക്കെ നല്ല ഹൈ റേഞ്ചിൽ നല്ല സാലറി ഒക്കെ വാങ്ങുന്ന ആളാണ്. നീ ഉഷാറാകണം, ജീവിതം സക്സസ് ആകണം. ഓക്കെ, ഹാപ്പി അല്ലേ? എന്നെ കാണാൻ ഇഷ്ടമുണ്ടായിരുന്നോ? ഓക്കെ, എന്റെ പേരെന്താ? എന്റെ പേര് നെയ്മർ. ഇനി നിന്റെ പേര്? മനസ്സില്. ബ്രസീലാണോ എന്റെ ഇഷ്ട ടീം? ഓക്കെ, ഇരുന്നോ ട്ടാ. കാണാം. തൃശ്ശൂർ മൃഗശാലയിലേക്ക് പോയിട്ടുണ്ട്, സൂയിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് മൃഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ ഞാൻ പറഞ്ഞതുപോലെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തൃശ്ശൂർ മൃഗശാലയിലാണ് ഞാൻ നിങ്ങളുള്ളത്. ഓപ്പൺ റൈസ്. എന്താണ്? പേടിക്കണ്ട. ഇതേതാ മൃഗം? കടുവ. ഓക്കെ, ഇതേതാ മൃഗം? പുലി. ഒന്നും ചെയ്യില്ല. അതേതാ? ചിമ്പാൻസി. അപ്പുറത്തുള്ള ഏതാ? പരങ്ങ്. ഇതേതാ? ചിമ്പാൻസി. ഇതേതാ? ജിറാഫ്. ഓക്കെ. സ്ലീപ്. പുലി എന്തെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്ലീപ്. ഞാൻ നിങ്ങളുടെ കയ്യിൽ 2000 രൂപ 4500 നോട്ട് തരാൻ പോവുകയാണ്. നിങ്ങൾ എനിക്കത് 2000 രൂപ ജിപേ ചെയ്തു തരണം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് 2000 രൂപ 4500 നോട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു. 2000 രൂപ എനിക്ക് ജിപേ ചെയ്തു തരണം. ഓപ്പൺ റൈസ്. ഓക്കെ, എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ട്? 2000. അതായത് എത്ര? 500 നോട്ടാ? 4,500 നോട്ട്. നിങ്ങൾ എനിക്ക് ജിപേ ചെയ്തു തരണം. ഗൂഗിൾ പേ ചെയ്യണം? ഇല്ല. എന്നാൽ ഇത് ആരെങ്കിലും കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്കത് പകരം ചെയ്തു തരണം, ജിപേ ചെയ്തു തരണം. ബോസിനെ കൊടുത്തോളൂ. അക്കൗണ്ട് അല്ലല്ലേ, മൂപ്പര പോക്കറ്റിൽ നോട്ടെ. നിങ്ങൾ പിന്നെ വാങ്ങിക്കോളൂ. മൂപ്പര ഞാനിവിടെ സ്നാപ്പ് ചെയ്താൽ 4,500 നോട്ട് മാറും. ഞാൻ 2000 രൂപ പറഞ്ഞിട്ടല്ല തന്നത്. ഇതിപ്പോ എത്ര ഉണ്ട് ശരിക്കും? 400 ഉള്ളൂ. പക്ഷെ ഞാൻ സ്നാപ്പ് ചെയ്താൽ 450 നോട്ടായി മാറും. എത്ര രൂപ ഉണ്ടത്? 200 ഉള്ളു. അഥവാ 450 നോട്ടാണ്. പക്ഷെ സ്നാപ്പ് ചെയ്ത 20 നോട്ടായി മാറും. എത്ര ഉണ്ടത്? 80. അതായത് 420 നോട്ട്. പക്ഷെ സ്നാപ്പ് ചെയ്ത 10 നോട്ടായി മാറും. നോക്കിയാ എത്ര രൂപ ഉണ്ടത്? 40. അഥവാ 4 നോട്ട്. സ്നാപ്പ് ചെയ്ത 5 നോട്ടായി മാറും. എത്ര രൂപ ഉണ്ട്? 20 രൂപ ഉണ്ട്. എത്ര രൂപ ഉണ്ട്? 20. സ്നാപ്പ് ചെയ്താൽ യഥാർത്ഥം എന്താ അവിടെ നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാം. എന്താ സംഭവം? പേപ്പർ. സ്നാപ്പ് ചെയ്താൽ വീണ്ടും 500 നോട്ടായി മാറുന്നു. എത്ര ഉണ്ട്? എത്ര രൂപ ഉണ്ട്?
ഉണ്ടായിരുന്നു. 2000. ഓക്കെ, ഇരുന്നു. പോക്കറ്റിൽ ഇട്ടോളൂ. നിങ്ങൾ ജീപ്പേ ചെയ്ത് തന്നാൽ മതി. ഓക്കെ ഓക്കെ, ഒരു ഉഷാറാണ്. ഇരുന്നു. ഭയങ്കരമായ ദേഷ്യമാണ് നിങ്ങളുടെ വലതുവശത്തുള്ള ആളെ. നിങ്ങൾക്ക് ഭയങ്കരമായ ദേഷ്യമായിരിക്കും, എന്തെന്നില്ലാത്ത ദേഷ്യമായിരിക്കും. കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവനെ ഇടിക്കുന്നു, അടിക്കുന്നു, ഭയങ്കര ദേഷ്യമായിരിക്കും. ഓപ്പൺ റൈസ്. അയാൾ നിന്നോട് അടുക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നീ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ദേഷ്യം കൂടി സലാം കൊടുത്തു നോക്കൂ, പക്ഷെ ദേഷ്യമായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും. ദേഷ്യം കൂടി കൂടി വരുന്നു. കൈയൊക്കെ തട്ടുന്നു, കൈയൊക്കെ തട്ടുന്നു. ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കരമായ ദേഷ്യം കൂടി കൂടി വരുന്നു. അയാൾ അടുക്കും തോറും അയാളെ കൈ തട്ടി മാറ്റുന്നു, കൈ തട്ടി മാറ്റുന്നു. സ്ലീപ് 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 സ്ലീപ്. നിങ്ങളുടെ വലതുവശത്തുള്ള ഷബീബിനോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാണുന്ന സമയത്ത് കെട്ടിപ്പിടിക്കും, ഉമ്മം കൊടുക്കും. ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സ്നേഹമാണ്. സ്നേഹം കൂടി കൂടി വരുന്നു. സന്തോഷം? നല്ല ഇഷ്ടാ? ഷബീബിന് ഭയങ്കര ഇഷ്ടാ? പിന്നെ ഇത് വിശേഷം? സന്തോഷല്ലേ? കൈ അങ്ങ് പിടിക്കലോട് കൂടെ ഭയങ്കര പൊട്ടിച്ചിരിയായിരിക്കും. നിങ്ങൾക്ക് ചിരി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ചിരിയായിരിക്കും. ഒപ്പം പോസ്റ്റിൽ കൈ കൊടുത്ത് നോക്കി. ഭയങ്കര ചിരിയായിരിക്കും, പൊട്ടിച്ചിരിക്കാരം. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത പൊട്ടിച്ചിരിക്കാരം, ഭയങ്കര പൊട്ടിച്ചിരിക്കാരം. ഭയങ്കര സന്തോഷമായിരിക്കും. കൈ വിട്ടാ നിങ്ങളുടെ ചിരി നിർത്തും, കൈ വിട്ടാ ചിരി നിർത്തും. ഓക്കെ, ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്റെ ശബ്ദം വളരെ വ്യക്തമാക്കി കേൾക്കാം. എന്റെ ശബ്ദം എനിക്ക് വളരെ വ്യക്തമാക്കി കേൾക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ട വൈഫ് ജർമ്മനിയിൽ നിന്നും നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട വൈഫിന്റെ മുഖം നന്നായിട്ട് വന്നോളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട വൈഫ് നിങ്ങളെ കാണാൻ വേണ്ടി മുമ്പിലുണ്ട്. സർപ്രൈസായി വന്നതാ. സന്തോഷല്ലേ? സന്തോഷല്ലേ? ഞാനാരാ? ആവണോ? സന്തോഷല്ലേ? ചായ കുടിച്ചാ? നിങ്ങൾ എന്റെ കൂടെ ജർമ്മനിക്ക് പോര്. പോകല്ലേ? നോക്കണ്ട്. ഞങ്ങളെ എവിടുക്കാ നോക്കുന്നത്? ജർമ്മനിക്ക് പോകാൻ എന്താ നോക്കുന്നത്? സന്തോഷല്ലേ? നിങ്ങൾ ഇഷ്ടമായിട്ട് വന്നാണ്. നിങ്ങക്ക് എന്നോട് ഇഷ്ടല്ലേ? നിങ്ങൾ നല്ല ലവ് അല്ലേ? ഒരു തരക്കും പറയാൻ പാടില്ല കേട്ടോ. എന്നെ നല്ല ഇഷ്ടപ്പെടണേ. വേറെ ആരോടും പ്രണയൊന്നുമില്ലല്ലോ? ഏയ്, സന്തോഷം. ഭയങ്കര ഇഷ്ടങ്ങളാ. സന്തോഷല്ലേ? ഒന്ന് ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി. ഞാൻ ആരാന്നുള്ള പരിചയപ്പെടുത്തി. ഇവരൊക്കെ അറിയാം, ഇവർക്കൊന്നും അറിയില്ല. ഈ പുതിയ ഇവരാരാ സ്ഥമാരായിട്ട് വണ്ടിയെടുക്ക വന്ന ആരാണ്? എത്ര ആളുണ്ടായിരുന്നു? ഒരു 3 ഇവിടെ 2 ആൾക്കാരുള്ളല്ലോ. മറ്റേ വണ്ടിയെടുക്കാൻ പോയതായിരിക്കും. ഒന്ന് പരിചയപ്പെടുത്തിക്കണം. വൈഫാണ്. അന്ന പേര് പറഞ്ഞോട് കേൾക്കാം. എന്റെ ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജർമ്മനിയില് 2 ദിവസം. പക്ഷെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടൊന്ന് പോയിട്ട് ഇല്ല, അപ്പൊ 3 ദിവസം. പക്ഷെ ഞാൻ ഇവിടെ സ്നാപ്പ് ചെയ്താൽ യഥാർത്ഥം എന്താന്ന് മനസ്സിലാക്കട്ടോ. സ്നാപ്പ് ചെയ്താ വീണ്ടും വൈഫ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇക്ക പോകല്ലേ നമ്മള്? ചായ എന്തിനും വാങ്ങി തരുമോ? എപ്പോ ഇവിടെ അപ്രതീക്ഷനാവും. എവിടേക്കാ പോന്ന്? ചാടിക്കാൻ പോവാ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഹാപ്പി അല്ലേ? നമുക്കൊന്ന് എവിടേക്ക് ട്രിപ്പ് പോണ്ടേ? ഏതെങ്കിലും നല്ല കാർ ഉണ്ടെങ്കിൽ എടുത്ത് തന്നെ. ഏത് കാറിൽ നമ്മള് പോവാ? നല്ല അടിപൊളി ബ്രസ് എന്തെങ്കിലും ഉണ്ടോ? ആർക്കാ കൊടുക്കുന്നത്? ബ്രസ. ശബ്ദം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറഞ്ഞ പോലെ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ നിങ്ങളെ നെറ്റിൽ എപ്പോൾ തൊട്ടോ നിങ്ങൾ സ്ലീപ്പിലേക്ക് പോകും. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം. ഞാനിവിടെ സ്നാപ്പ് ചെയ്യുന്നതോറും എല്ലാ ടെൻഷനും പോകുന്നു, എല്ലാ വിഷമങ്ങളും പോകുന്നു, എല്ലാ ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളും പോകുന്നു. ഭയങ്കരമായ ഹാപ്പിനെസ് വരുന്നു, ഭയങ്കര സന്തോഷം വരുന്നു, ഭയങ്കരമായ കച്ചവടത്തിലൊക്കെ ഭയങ്കര പുരോഗതി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം. നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഹാപ്പിനെസ് കൂടി വരുന്നു, ഭയങ്കരമായ ഹാപ്പിനെസ് കൂടി വരുന്നു, ഭയങ്കര സന്തോഷം കൂടി വരുന്നു, ഭയങ്കര സന്തോഷം സമാധാനം കൂടി വരുന്നു. ആരെന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. എന്ത് കടം വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. ഭയങ്കര ഹാപ്പിനെസ് ആണ്, ഭയങ്കര സന്തോഷമാണ്, ഭയങ്കരമായ ഹാപ്പിനെസ് കൂടി വരുന്നു, ഭയങ്കര സന്തോഷം കൂടി വരുന്നു. നിങ്ങൾക്ക്
നിസ്കാരത്തിനും അള്ളാഹുവിനോടും റസൂലിനോടും ഭയങ്കര ഇഷ്ടം കൂടുന്നു. അള്ളാഹുവിനോടും റസൂലിനോടും നിസ്കാരത്തിനോടും ഭയങ്കര ഇഷ്ടം കൂടി വരുന്നു. ഭയങ്കര ഇഷ്ടം കൂടി വരുന്നു. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം. ഞാൻ പറഞ്ഞതുപോലെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 3 വരെ എണ്ണുമ്പോഴേക്കും നിങ്ങൾക്ക് പരിപൂർണമായ ഉറക്കത്തിൽ നിന്നും പിന്മാറാം. 1 2 3 ഹാപ്പി അല്ലേ? എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ ഇവിടെ സംഭവിച്ചേക്കാ? വൈഫ് എന്ന് ഓർമ്മ ഉണ്ടോ? ഒന്നുണ്ടല്ലേ? പിന്നെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? സൂല് പോയത് എങ്ങാനും ഓർമ്മ ഉണ്ടോ? സൂല് ഇല്ലല്ലോ. ഇല്ല. ബാക്കിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം ഞാൻ നിർത്തിയിട്ടുണ്ട്. ഒരു 2000 രൂപ തന്നിട്ട് ജിപേ ചെയ്യാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? എന്നാ പൈസ ഒന്നുള്ളൂ. എന്നാ പൈസ ഇവിടെ 2000 രൂപയുടെ പോക്കറ്റ് ഇട്ടിരുന്നു. ഇവിടെ എടുത്ത് ഇത് പൈസ ക്യാഷ് അല്ല പിന്നെ കടലാസ്. പൈസ ഇവിടെ തന്നിട്ടില്ല. നിങ്ങൾക്ക് ക്യാഷ് തന്നു നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വൈഫ് വന്നതും അള്ളാഹിനോടും റസൂലിനോടും ദീനിനോടും നിസ്കാരത്തോടുള്ള ഇഷ്ടം മാത്രം ഓർമ്മ വന്നതും മാത്രമേ നിങ്ങളുടെ മൈൻഡിലുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട്, ഭയങ്കര റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട്, ഭയങ്കര സന്തോഷം കിട്ടിയിട്ടുണ്ട്, പീസ്ഫുൾ ആയിട്ടുള്ള നല്ല മൈൻഡ് കിട്ടിയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട്. 3 വരെ എണ്ണുമ്പോഴേക്ക് നിങ്ങൾക്ക് പരിപൂർണമായ ഉറക്കത്തിൽ നിന്ന് റിക്കവറാക്കുക. 1 2 3 സന്തോഷമല്ലേ? എന്റെ കയ്യിൽ നിങ്ങൾ എപ്പോൾ കൈ തരാണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾക്ക്. ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾക്ക്. വൈഫ് എന്ന് ഓർമ്മ ഉണ്ടോ? വൈഫ് എന്ന് ഓർമ്മ ഉണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് ഇടപാട് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? 2000 രൂപ തന്നതോ ജിപേ ചെയ്യാൻ പറഞ്ഞു ഒന്നുമില്ലല്ലോ? ഇല്ല, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഹാപ്പി അല്ല മോനെ? രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇയാളെ നെറ്റിയിൽ എപ്പോൾ തൊട്ടാലും ഇയാള് ഉറങ്ങിപ്പോകും. രസം. എന്റെ ശബ്ദം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കും. ഭയങ്കര ഹാപ്പി. നിങ്ങൾക്ക് പൂർണ്ണമായ ഉറക്കിൽ നിന്നും പിന്മാറാം. ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടെ, നല്ല ലീഡർഷിപ്പോട് കൂടെ, ഭയങ്കര സമാധാനത്തോടെ 3 വരെ എണ്ണുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്മാറാം. 1 2 3 ഓപ്പൺ യുവർ ഐസ്. സന്തോഷം? കഴിഞ്ഞു. സന്തോഷമല്ലേ? ഒരു ലൈക്ക് കൊടുക്കും. ഞാനൊരു കൗൺസിലറാണ്, ഹിപ്നോട്ടിസ്റ്റ് ആണ്, മെന്റലിസ്റ്റ് ആണ്. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസുകളെ കണ്ടതായിരിക്കും. ഞാൻ ഇവിടെ ഒരാളെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ എന്തായിരുന്നു അവിടെ പേരെന്തായിരുന്നു? അൻസില്. അതായത് ഇത് നന്മക്ക് വേണ്ടിയും ചെയ്യാം, തിന്മക്ക് വേണ്ടി ചെയ്യാം. നമ്മളൊരിക്കലും തിന്മയെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. നന്മക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒരുപാട് ആളുകൾ ടെൻഷന്, വിഷമങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ, മറ്റു പ്രയാസങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ മൈൻഡിൽ നിന്നും അത് എടുത്തു കളഞ്ഞ് ഭയങ്കര ഹാപ്പിനെസ്, പീസ്ഫുൾ ആയുള്ള ഒരു മൈൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പ്രശ്നമായിട്ട് ശരീരത്തിന് രോഗം വന്ന് നമുക്ക് ഡോക്ടറെ കാണിക്കാം. മനസ്സിന് രോഗം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കൗൺസിലേഴ്സിനോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനൊക്കെ കാണിക്കുക എന്നുള്ളതാണ് പരിഹാരം. പിന്നെ ഇന്ന് അതിനേക്കാൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലഹരിക്ക് അഡിഷൻ ആയിട്ടുള്ള ഒരു സമൂഹത്തിന്, തലമുറയെ നമുക്ക് ലഹരിയിൽ നിന്നും മാറ്റിയെടുത്ത് ലഹരിയെല്ലാം ഒഴിവാക്കി, അല്ലെങ്കിൽ മറ്റു എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും ഒഴിവാക്കി നന്മയുടെ വശത്താക്കി. ഒരു മാസമായിട്ട് നമ്മൾ ഒരുപാട് കൊലപാതകങ്ങൾ മൊത്തം അത് ഈ ലഹരിന്റെ അതിന്റെ കാരണം കൊണ്ടാണ്. അപ്പൊ ലഹരിയിൽ നിന്നും നമ്മൾ ഇവരെ മാറ്റിയെടുത്ത് നല്ലൊരു ഹാപ്പി ഉള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ കൗൺസിലിംഗ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനിയും ചെയ്യാൻ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. സന്തോഷം. പെർഫോമൻസ് കാണണം. പേജ് കൊളാബ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതിന് നമ്പർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് അതുപോലെ ഒരുപാട് പ്രേമത്തിന്റെ അതുപോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ. അത് പെർഫോമൻസ് പറഞ്ഞാൽ നിങ്ങൾ ഒരു ജീവിതം പുതിയതായിട്ട് തുടങ്ങുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ കണ്ടു, നമ്മളെ സ്റ്റാഫാണ്, പക്ഷെ ആള് ജർമ്മനിയിലുള്ള വൈഫ് വരെ എത്തിയ രീതിയിലുള്ള പെർഫോമൻസുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. നമ്മളൊക്കെ ജീവിതത്തില് ഒരു പുതിയൊരു ഇതൊരു മാജിക്കോ അല്ലെങ്കിൽ മായ കഥകളോ മറ്റുള്ള സംഭവങ്ങളൊന്നും അല്ല. ഇത് പഠിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹിപ്നോട്ടിസം എന്നുള്ളത്. അഥവാ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തൊരു ഇതൊരു പിന്നെ മാജിക്കോ മറ്റു സംഭവങ്ങളൊന്നും അല്ല. ഒരു കലയാണ്, പഠിച്ചെടുക്കാൻ പറ്റുന്ന, ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് വളരെ സന്തോഷം. അതായത് ഈ ഒരു വിഷയം തന്നെ അതിന്റെ മറുവശം ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോ നമ്മളെ ഫോണുകള്, നമ്മളെ അക്കൗണ്ടുകൾ ഒക്കെ ഹാക്ക് ചെയ്ത് പൈസ വലിക്കാനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനൊരു ഒരിക്കലും നമ്മെ പഠിപ്പിച്ചു തരുന്ന എന്റെ ഷെരീഫ് സാറാണ്. പാത്ത് എന്നുള്ള ഒരു ഹിപ്നോട്ടിസം സെന്ററിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. ഒരിക്കലും
അവർ എപ്പോഴും പറയാറുള്ളത് ഒരിക്കലും ഇങ്ങനെ തിന്മയ്ക്ക് വേണ്ടി ഇത് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, ഉപയോഗപ്പെടുത്താൻ പാടില്ല, നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു നിർദ്ദേശം നമ്മോട് പറയാറുള്ളത്. അത് നിങ്ങൾക്കറിയില്ല, ഒരു ധാർമ്മിക രീതിയിൽ ചെയ്യുന്ന ആളായതുകൊണ്ടും പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും ഒരു ഭാഗമല്ല, എല്ലാ ആളുകളും ഒരേപോലെ നന്നാവണം എന്നുള്ള ചിന്താഗതിക്കാരാണ് നമ്മൾ. ഇതൊക്കെ സൈഡാണ്. എന്റെ മെയിന് ഞാനൊരു മുദരിസാണ്, ദർസാണ്. താനൂരിനടുത്തുള്ള സിദ്ദീഖിയ ദേവാ കോളേജിൽ എന്റെ ഉസ്താദിന്റെ കീഴിൽ തന്നെ ഞാൻ ദർസ് നടത്തുന്ന ഒരു സന്തോഷം കൂടി. ഇതൊക്കെ സൈഡായിട്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ എന്റെ പ്രധാനം ദർസ് തന്നെയാണ്. അപ്പൊ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു താലിമികളാകാൻ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ അവരെ ഏൽപ്പിച്ചാൽ അവർ എന്താണെങ്കിലും എന്തെങ്കിലും ഒരു നിലയിൽ എത്തിച്ച് അവർ കൈമടക്കുള്ളൂ. അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്ര ഒരു 5 മിനിറ്റ് 10 മിനിറ്റിന്റെ ഒരു സംസാരം കൊണ്ട് നമുക്ക് അത് മനസ്സിലായി, ആ പെർഫോമൻസ് കൊണ്ട്. ഇവരൊക്കെ അത്രയും കൂട്ടത്തില് സുഹൃത്തുക്കൾ അനിയന്മാരാണെങ്കിൽ പോലും അത്രയും രീതിയിലാണ് സംസാരിക്കുന്നത്, ഇടപഴകുന്നത്. അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഉപകാരപ്പെടുത്തണം. ഈ ആളൊരു വെറൈറ്റി ആളാണ്. ഹാപ്പി, സന്തോഷം.